ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സെയിം ഇത് തന്നെ നമുക്ക് ബോട്ടിൽ ആർട്ടായിട്ടും അതുപോലെ തന്നെ വോൾ ആർട്ടായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന സ്പൂണ് കഴിഞ്ഞ വർഷം നമ്മളൊരു പാർട്ടി വന്നപ്പോൾ യൂസ് ചെയ്ത സ്പൂണാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾക്ക് പുതിയ സ്പൂൺസ് റേറ്റ് കുറവിൽ നമുക്ക് ചീപ്പ് റേറ്റിൽ കിട്ടും. അങ്ങനത്തെ സ്പൂൺസ് ആയാലും നമ്മൾ യൂസ് ചെയ്യാം. ഡിസ്പോസിബിൾ സ്പൂൺസൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും പാർട്ടിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നമ്മൾ കളയല്ലേ ചെയ്യുള്ളൂ, നമ്മളത് യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തെടുത്ത് വെച്ച് നമുക്ക് ആർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സ്പൂൺസ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്പൂൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ നോർമലി എടുത്തിട്ടുള്ള സ്പൂണിനേക്കാളും കുറച്ച് ലെങ്ത്ത് കുറച്ച് നമുക്ക് സ്പൂൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കുക. ഈ ഒരു ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു സ്പൂൺ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ കാണുന്ന പോലെ ഒന്ന് വെച്ച് ഒരു പീസ് നമ്മളിതാ ഇതുപോലെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്കൊരു 10 സ്പൂൺസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് സ്പൂണ് എടുത്ത് വെച്ചിട്ട് ഇതേ മെഷർമെൻറ്റിൽ നമ്മൾ കട്ട് ചെയ്യുക. അടുത്ത ടൈം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ച സ്പൂൺ അതിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു 10 സ്പൂൺസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ചെയ്യാതെ നമ്മൾ 10 സ്പൂൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ കയ്യിലുള്ള സ്പൂണിൻ്റെ സൈസ് അനുസരിച്ച്, അതായത് ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ ഒരു 10 സ്പൂൺസ് ലെങ്ത്ത് കുറവിലും 10 സ്പൂൺസ് ഫുൾ ലെങ്ത്തിലുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് നമ്മൾ സാധാരണ പോലെ ഒന്ന് കട്ട് ചെയ്ത് അതിലത്തെ റൗണ്ട് പീസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് നമ്മൾ ബേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സർക്കിൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊരു ഔട്ട്ലൈന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെൻറ്ററിൽ ഇപ്പം ഞാനൊരു ഓറഞ്ച് കളർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതാണ് നമ്മുടെ ബോർഡർ ലൈനായിട്ട് വെച്ചിട്ട് നമ്മളുടെ സ്പൂൺസ് ഒട്ടിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്ലൂ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. ഒരു ലെങ്ത്ത് കൂടിയത് വെച്ചു, നെക്സ്റ്റ് വൺ ലെങ്ത്ത് കുറഞ്ഞത് വയ്ക്കും. അത് കഴിഞ്ഞ് വീണ്ടും ലെങ്ത്ത് കൂടിയത്, ലെങ്ത്ത് കുറഞ്ഞത്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ വെക്കുമ്പോൾ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് ലെങ്ത്ത് കുറയ്ക്കുക കേട്ടോ. പിന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഏരിയ കുറച്ച് ഇട്ടേക്കൂ. എന്നിട്ട് നമ്മളുടെ സ്പൂൺസ് സ്റ്റിക്ക് ചെയ്താൽ മതി. നമ്മളുടെ സ്പൂൺസ് ചൂട് കൊണ്ടിട്ട് അതിൻ്റെ ഒട്ടിക്കുന്ന ഭാഗത്തിൻ്റെ ഷേപ്പ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചോളൂ. അപ്പോഴാണ് അത് ഉണങ്ങുമ്പോൾ ഓക്കെ ആയിട്ട് ഇരുന്നോളും. അല്ലെങ്കിൽ അത് സ്പൂൺ മെൽറ്റായിട്ട് പൊന്തി പോരും കേട്ടോ. പിന്നെ ഒട്ടിക്കുന്ന ഭാഗം നമ്മുടെ സ്പൂണുകൾ തമ്മിൽ അടുത്തടുത്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ താഴെ വരുന്ന ഭാഗം കുറച്ച് വിരിഞ്ഞ് വരുന്ന വിധത്തിൽ വേണം. ഒരുപാട് അടുപ്പിച്ചിരിക്കേണ്ട. അത് നമ്മളിങ്ങനെ സ്പൂണിൻ്റെ ഒട്ടിക്കുന്ന ഏരിയകൾ നമ്മൾ അടുപ്പിച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാതും ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഓക്കെ, ഇതുപോലെ നമ്മളിതാ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുക. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയൊരു റൗണ്ട് പീസ് നേരത്തെ കട്ട് ചെയ്തതിനേക്കാളും വളരെ ചെറുത് നമ്മളുടെ ആ സർക്കിളിൽ സ്പേസ് ഉണ്ടല്ലോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മളുടെ സ്പൂണുകൾ നമ്മൾ നന്നായിട്ട് ലെങ്ത്ത് കുറച്ചിട്ട് ഈ ഒരു ലെവലിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു 6 പീസ് ഓഫ് സ്പൂൺസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ ഒട്ടിച്ചെടുത്തു. നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ തന്നെ ഇതേപോലെ ആ റൗണ്ട് കാർഡ്ബോർഡിൽ നമ്മളിതിനെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാർഡ്ബോർഡിൻ്റെ ബാക്കിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ സെൻറ്ററിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇത് നമ്മൾ സെൻറ്റർ കാർഡ്ബോർഡ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കൂ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോർമൽ ആക്രിലിക് പെയിൻറ്റ്സ് വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫിനിഷിംഗ് ഉണ്ടാവും, നല്ല ഭംഗിയുമായിരിക്കും. അപ്പം ഞാനിതൊന്ന് കൊണ്ടുപോയിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ,
അപ്പോൾ അതാ നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടോ കുറച്ച് ഭാഗം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ചൊന്ന് ഡെക്കറേഷൻ കൊടുക്കാം. അതിനായിട്ട് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അലുമിനിയം ഫോയിലോ അല്ലെങ്കിൽ നമ്മളുടെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന സിൽവർ കളറോ ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ ഓറഞ്ചിൻ്റെ പീല് വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവറാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഓറഞ്ച് ഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി ഈ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നില്ലെങ്കിൽ. ഇത് നമുക്ക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒന്നുകിൽ ഇത് പെയിൻറ്റ് ചെയ്യാതെ തന്നെ ഈ കളറിൽ വെച്ച് കൊടുക്കാം, ഇങ്ങനെ, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടായാലും വെച്ച് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഈ ഓറഞ്ച് പീല് വെച്ച് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി, സ്പ്രേ പെയിൻറ്റ് അല്ലാതെ വേറെ ഇത് പെയിൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി നമ്മളിത് വാർണിഷ് ചെയ്തിട്ടതിന് ശേഷം വേണം ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മളുടെ ഫ്ലവർ ഇതാ ഇപ്പോൾ കണ്ടോ വേറൊരു കളറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോട്ടിലോട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ഡബിൾ സൈഡ് ടേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്ലൂ ഗൺ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബാക്കിൽ ഇതുപോലെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ബോട്ടിലോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ ബോട്ടിലാട്ട് ഇതുപോലെയാണ് ഇരിക്കുക. നമ്മൾ ബോട്ടിലാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമ്മളുടെ ആർട്ട് നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ചെറിയ ബോട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ ചെറിയ സ്പൂൺസ് കിട്ടും സൈസ്. അപ്പോൾ ചെറിയ സ്പൂൺസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ബോട്ടിലിന് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് വോളാട്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ വോളാട്ടിന് വേണ്ടിയിട്ടുള്ളതിൽ നമ്മളുടെ ആ ഓറഞ്ചിനെ പീല് കൊണ്ടുണ്ടാക്കിയ ആ ഫ്ലവറും ഞാനൊരു ഗോൾഡൻ കളർ കൊടുത്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് ടേപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഡബിൾ സൈഡ് ടേപ്പ് നമ്മൾ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ വോളിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മളുടെ വോളാട്ട് കാണാനായിട്ട്. വോളാട്ടായിട്ടായാലും ബോട്ടിലും ആട്ടായിട്ടായാലും നല്ല രസമായിരിക്കും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട്. വളരെ ഈസി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല വർക്കായിട്ടിരിക്കും. അതില്ലെങ്കിൽ നിങ്ങൾ അക്രിലിക് പെയിൻറ്റ്സ് വെച്ചിട്ടായാലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആർട്ടാണിത്. അധികം ടൈമോ ഒന്നും ഇതിന് ആവശ്യമില്ല കേട്ടോ ഈ ആർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.